ആദ്യമായി ഈ പുണ്യ അൾത്താരയിൽ വന്ന് ഇതുപോലെ മക്കളുമായിട്ട് സാക്ഷ്യപ്പെടുത്തുവാൻ എന്നെ അനുവദിച്ച പിതാവായ ദൈവത്തിനും പുത്രൻ തമ്പുരാനായ ഈശോയും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് നിഷാദ്. ഞാൻ എറണാകുളം ജില്ലയിൽ എളമക്കര എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ മക്കളാണ് രണ്ടുപേരും. ഒരാൾ ശ്രീഭദ്ര, ഒരാൾ ശ്രീയ. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 29/9/2024 അന്ന് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി ഒരുമിച്ചാണ് വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങൾ വന്നത് 6 നിയോഗങ്ങൾ, ഭൗതികമായ പല കാര്യങ്ങളുമാണ് 6 നിയോഗങ്ങൾ വെച്ചിരുന്നത്. പക്ഷേ അതൊന്നുമല്ല എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്താനുള്ളത്. അത് നമ്മളുടെ മനസ്സിനെ മാത്രം വേദനിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ ശാരീരികവും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗസൗഖ്യം ലഭിച്ച കാര്യമാണ് എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്. ആദ്യമായി മരുന്നോ ലേപനോ ഔഷധമോ അല്ല, അവിടുത്തെ വചനമാണ് രോഗസൗഖ്യം നൽകുന്നത് എന്നുള്ള വചനം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. എനിക്ക് ചെറിയ പ്രായം മുതൽ തന്നെ, അതായത് എൻ്റെ 15 വയസ്സ് മുതൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് യൂറിനറി ഇൻഫെക്ഷൻ. അത് ഇന്നിപ്പോൾ എനിക്ക് 40 വയസ്സുണ്ട്. ഈ 40 വയസ്സ് വരെയും എനിക്കൊരു മാസത്തിൽ 2 തവണയെങ്കിലും അത് വരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നാളുകളായിട്ട് ഹോമിയോ മരുന്ന്, ഇംഗ്ലീഷ് മെഡിസിൻ എല്ലാം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല. എനിക്ക് മരുന്ന് കഴിച്ച് പഥ്യം അങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് മടുത്തപ്പോൾ ഞാനത് നിർത്തി. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിൽ പിന്നെ എനിക്ക് ആ ഒരു രോഗം പിന്നീട് ഉണ്ടായിട്ടില്ല. അതെനിക്ക് മനസ്സിലായത് ഇന്നലെ ഞാൻ സാക്ഷ്യപ്പെടുത്താൻ ഇവിടെ വരുന്നുവെന്ന് വിചാരിച്ച ആ സമയത്ത് ഞാൻ സാക്ഷ്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പറയാനുള്ള സാക്ഷ്യങ്ങൾ ഒരു റഫായിട്ട് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഞാൻ ബാത്റൂമിൽ പോയ സമയത്ത് യൂറിൻ പാസ് ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു വേദന പോലെ തോന്നി. അപ്പോൾ ഞാൻ ആലോചിച്ചു, അയ്യോ ഇത് കുറേ നാളായിട്ട് ഇല്ലാതിരുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് മാതാവിൻ്റെ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തി ഇത് സാക്ഷ്യപ്പെടുത്തണം എന്നുള്ള കാര്യം. കാരണം ഇത്ര നാൾ വരാതിരുന്ന ഒരു കാര്യം എനിക്ക് ആ സൗഖ്യം കിട്ടിയത് തന്നെ എനിക്കത് മനസ്സിലാക്കാനേ പറ്റിയില്ല. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. എനിക്ക് നാളുകളായിട്ട്, വർഷങ്ങളായിട്ടുണ്ടായി എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച, എവിടെ യാത്ര പോയി വന്നാലും അതുപോലെ എന്ത് കാര്യത്തിൽ പോകുമ്പോഴും ഭയങ്കരമായി ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു കാര്യമാണത്. ബ്ലാഡറിൽ ഇൻഫെക്ഷൻ ആയതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിപ്പോൾ എനിക്ക് പിന്നീട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പം 5 മാസമായി ഉടമ്പടി എടുത്തിട്ട് ഈ 5 മാസ കാലയളവിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇതാണ് ആദ്യത്തെ എൻ്റെ സാക്ഷ്യം. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ രണ്ടാമത്തെ ഈ ചെറിയ മകൾക്കുണ്ടായ ഒരു രോഗസൗഖ്യമാണ്. എൻ്റെ ഈ മക്കളും ജീവിത പങ്കാളിയും കൂടി ഇവരെ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് സ്കൂട്ടറിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. മറിഞ്ഞ് എൻ്റെ ചെറിയ മകളുടെ മുഖമടിച്ചാണ് വീണത്. അവളുടെ മുഖം മുഴുവനും മുറിവുണ്ടാവുകയും മുഖത്തും മൂക്കിൽ നിന്നും വായിൽ നിന്നും ബ്ലഡ് വരികയും അവിടെ ക്ലിനിക്കിൽ ആദ്യം കൊണ്ട് കാണിച്ച സമയത്ത് ക്ലിനിക്കിൽ കാണിക്കാൻ പറ്റത്തില്ല, ബ്ലീഡിങ് ഉള്ളത് കാരണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എടപ്പള്ളിയിലുള്ള MAJ ഹോസ്പിറ്റലിലാണ് കുഞ്ഞിനുമായിട്ട് പോയത്. അപ്പോൾ എന്നെ ആ സമയത്ത് വിളിച്ച് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് ഉടമ്പടി തൈലവും ഉപ്പും കയ്യിലെടുക്കണം എന്നുള്ള ഒരു ബോധ്യം വന്ന് കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. ഇത് 3ഉമായിട്ടാണ് ഞാൻ കുഞ്ഞിനുമായിട്ട് ഞാനും ഭർത്താവും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയത്. പോകുന്ന വഴി അവളുടെ നെറ്റിയിലും വായിലും ഒക്കെ ഞാൻ തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഇവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൂടെ കണ്ട് മനസ്സിലാക്കാൻ തുടങ്ങുന്നേ ഉണ്ടായിട്ടുള്ളൂ. എനിക്കിതൊക്കെ ഇങ്ങനെയാണ്, വ്യഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിക്കേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് മാതാവ് അതെടുപ്പിച്ചതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മുഖത്ത് തലക്ക് ആ ഭാഗത്ത് ആ പരിക്കുള്ള കാരണം ഡോക്ടർ പറഞ്ഞ് അത് സ്കാൻ ചെയ്യണം, ബ്ലീഡിങ് ഇങ്ങനെ വരുന്നത് ബുദ്ധിമുട്ടാണ്, മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ ബ്ലഡ് വരുമ്പോൾ അത് അങ്ങനെ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടിരുന്ന സമയത്ത് ഓരോ ഡോക്ടർമാരും മാറി മാറി വന്നും കുഞ്ഞിനെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നും യാതൊരുവിധ കുഴപ്പവും ഉണ്ടായില്ല. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് മാതാവ് ഒരു കാര്യം ഓർമ്മിപ്പിച്ച് തന്നു. അവളുടെ പല്ല് നോക്കാൻ വേണ്ടി, പല്ലിൽ എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ അതാരും ശ്രദ്ധിക്കുന്നില്ല. അവൾക്ക് മൂക്കിൽ നിന്നും വായിൽ നിന്നും വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ ബ്ലഡ് വരുന്നതെന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. പക്ഷേ എനിക്കത് ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥിച്ചിട്ടിരുന്ന സമയത്ത് അത് ദർശനമാണെന്ന അങ്ങനെ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അതെനിക്ക് മാതാവ് കാണിച്ചു തന്നതാണ്. ഇവൾ വീണിട്ട് ഇവളുടെ പല്ലൊടിയുന്നതായിട്ട് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നിരുന്നു. പക്ഷെ ഞാനതെന്തോ ആ സമയത്ത് എന്തോ ഒരു നെഗറ്റീവ് ചിന്ത അങ്ങനെ വിചാരിച്ചെന്നുള്ളൂ. പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ ആ സമയം തൊട്ട് മാതാവ് എന്തിങ്ങനെ പ്രാർത്ഥിച്ചിട്ടിരുന്നപ്പോൾ ഒരു ചിന്ത വന്നതെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ ഞാനപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഇവളുടെ പല്ല് നോക്കണം എന്ന് പറഞ്ഞാൽ പല്ല് 6 വയസ്സിൽ എൻ്റെ മോൾക്ക് ഇപ്പോൾ 7 വയസ്സായി പോയിട്ട് പുതിയതായിട്ട് വന്ന പല്ലായിരുന്നു. പെർമനൻറ്റ് ടീത്താണ്. അപ്പോൾ അത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വരാൻ സാധ്യതയില്ലെന്നാണ് ഡോക്ടർ. കാരണം അത് വിട്ട് തൂങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതെന്താണെങ്കിലും ഈ 2 ആഴ്ചക്കുള്ളിൽ ആ പല്ല് പോയി കഴിയുമ്പോൾ ഇവിടെ വരണം. പിന്നീട്
ഭാവിയിലേക്ക് ഇപ്പോൾ കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പല്ല് വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞാണ് വിട്ടത്. അത് എൻ്റെ കുഞ്ഞിന് ഭയങ്കരമായിട്ട് വിഷമമായി, എനിക്കും ബുദ്ധിമുട്ടായി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ വെറുതെ ആണെങ്കിൽ എൻ്റെ മകളോട് പറഞ്ഞു, ആ സമയത്ത് ഞങ്ങളിവിടെ വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയത് അഖണ്ഡ ജപമാല റാലി അതുണ്ട്, അതിൽ മാതാവിൻ്റെ വലിയ ഒറ്റ രൂപമുള്ള പത്രമായിരുന്നു. ആ പത്രത്തിൽ ആ ഫോട്ടോയിൽ ആ മാതാവിനെ ഉമ്മ വെച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ മാതാവ് പല്ല് ഉറപ്പിച്ച് തരുമെന്ന് ഞാൻ അവളുടെ സങ്കടം മാറ്റാൻ വേണ്ടി വെറുതെ പറഞ്ഞതായിരുന്നു. പക്ഷേ അവളത് ഏറ്റെടുത്ത് വിശ്വസിച്ചു. അവൾ ആ 2 ആഴ്ചക്കാലം ഉറങ്ങുന്നതിന് മുമ്പ് മാതാവിന് ഉമ്മ കൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 ആഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഡോക്ടർ ആ പല്ല് പോയോ എന്ന് ചോദിച്ചാണ് ഇവളെ കാണിച്ചത്. പക്ഷേ അവൾ ഭയങ്കര സന്തോഷമായിട്ട് എൻ്റെ മാതാവ് എനിക്ക് പല്ല് ഉറപ്പിച്ച് തന്നു എന്ന് ഡോക്ടറിനോട് സാക്ഷ്യപ്പെടുത്തി. ആദ്യത്തെ സാക്ഷ്യം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആദ്യമായിട്ട് അവളത് പറഞ്ഞപ്പോൾ ഡോക്ടറിന് ഭയങ്കര സന്തോഷമായി. ഇവിടെ ഏത് മാതാവിൻ്റെ അടുത്താണ് നിങ്ങൾ പോയത്? കൃപാസന മാതാവിൻ്റെ അടുത്താണെന്ന് വളരെ സന്തോഷത്തോടെ ആദ്യമായിട്ട് പറയാൻ പറ്റി. അതെനിക്ക് ഭയങ്കര അവരുടെ ആ ഒരു ആക്സിഡൻറ്റിലൂടെ എൻ്റെ മകളുടെ വിശ്വാസം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം. എൻ്റെ മക്കളുടെ വിശ്വാസം വർദ്ധിക്കാൻ സഹായിച്ചു. എന്നും ഈശോയും മാതാവിനെയും കുറിച്ച് പറയുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പിന്നീട് എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ മൂത്ത മകൾക്ക് 1 വർഷക്കാലമായിട്ട് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ജനുവരി 1 2024 ജനുവരി 1 ഒരു ന്യൂ ഇയറിൻ്റെ സമയത്ത് ഞാൻ നേരത്തെ തന്നെ എനിക്ക് ഈശോനെ ഭയങ്കര വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുകയും കുർബാനയിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അന്ന് ജനുവരി 1 പാതിരാ കുർബാനയിൽ പോകണമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് എൻ്റെ മകൾ തലകറങ്ങി വീഴുകയും ഞങ്ങൾ ഇതുപോലെ എടപ്പള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവൾക്ക് ഫുഡ് ഇൻഫെക്ഷനാണ്, ഫുഡ് പോയ്സൺ ആണെന്നാണ് പറഞ്ഞത്. ആ ജനുവരി 1 ഞങ്ങൾ അന്ന് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അന്ന് ഉണ്ടായ ഫുഡ് ഇൻഫെക്ഷൻ ആ 1 വർഷ കാലയളവിൽ ഈ 1 വർഷത്തോളം അവൾക്ക് മിക്കവാറും വരുമായിരുന്നു. കാരണം ഏത് ഭക്ഷണത്തിൽ നിന്നാന്ന് കറക്റ്റ് അറിയാൻ പറ്റേണ്ടായില്ല. എന്നാൽ പിന്നീട് അത് മനസ്സിലാക്കി. ഐസ്ക്രീം, ചോക്ലേറ്റ് അങ്ങനെ തണുത്ത വസ്തുക്കളും ചോക്ലേറ്റ് അങ്ങനെയുള്ളത്, ചിക്കൻ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊക്കെ ഈ ഒരു പ്രായത്തിൽ ഇവരിത് കഴിക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഏത് പ്രായത്തിലാണ് മാതാവെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ചെറിയ പ്രായത്തിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ്. അപ്പോൾ അതൊക്കെ കഴിക്കാണ്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പം അത് മാത്രം ഞാൻ മനസ്സിലിങ്ങനെ സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ രോഗത്തിന് വേണ്ടി എൻ്റെ കാര്യത്തിലൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ ഇവളെയായിട്ട് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയത് ഈ ജനുവരി 1 ഉടമ്പടി പുതുക്കാൻ നേരത്ത് ഞങ്ങൾ ഒരുമിച്ച് 4 പേര്, എൻ്റെ ഭർത്താവും 2 മക്കളും കൂടിയായിരുന്നു. അതുവരെ ഞാനും എൻ്റെ ഭർത്താവും കൂടിയായിരുന്നു എല്ലാ മാസം വന്നിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് അവൾക്ക് വീണ്ടും അതുപോലെ തന്നെ ഞാൻ ആലോചിച്ചു, ദൈവമേ കഴിഞ്ഞ ജനുവരി 1 ഇതുപോലെ ഉണ്ടായിരുന്ന ആ വയറുവേദന ഫുഡ് ഇൻഫെക്ഷനും വീണ്ടും ഇവിടെ വന്നിട്ട് അവൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ ഒന്നും പറ്റാണ്ട് ഈ കസേരയിൽ വന്ന് കമഴ്ന്ന് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി പുതുക്കാൻ ക്ലാസ്സിൽ പോയ സമയത്ത് എനിക്ക് വിഷമമായിരുന്നു മാതാവേ അന്നേരം. പക്ഷെ ഞാനത് നിയോഗത്തിൽ അതൊന്നും 2ാമത്തെ പുതുക്കിയ നിയോഗത്തിൽ എഴുതാൻ എന്നെ ഓർപ്പിച്ചില്ലെന്നുള്ളതാണ് സത്യം. ഞാൻ 2ാമത്തെ പുതുക്കി എൻ്റെ നിയോഗം വെച്ചത് എന്നിൽ പരിശുദ്ധാത്മാവ് നിറയണം, ഉടമ്പടി നിബന്ധനകൾ ദൈവസ്നേഹത്തോടുകൂടി സത്യസന്ധതയോടുകൂടി ചെയ്യാൻ എനിക്ക് പറ്റണമെന്ന് മാത്രമാണ് ഞാൻ 2ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ നിയോഗം വെച്ചത്. കാരണം ആദ്യം എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. കാരണം ഇങ്ങനെ പരിശുദ്ധാത്മാവ് നിറയാൻ നിയോഗം വെക്കണമെന്നൊന്നും അറിയാണ്ട് ഞാനൊരു അമ്മയെപ്പോലെ കരുതുന്ന ഒരു ചേച്ചി പറഞ്ഞ വഴിയാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഇതൊന്നും എനിക്കറിയില്ല, അവർക്കും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും വെക്കാൻ ആ സമയത്ത് അറിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ തിരിച്ചിവിടെ പുതുക്കിയതിന് ശേഷം താഴെ ഇറങ്ങി വന്ന സമയത്ത് എൻ്റെ ഈ ചെറിയ മോള് അവൾ പറഞ്ഞ്, എല്ലാവരും മാതാവിനെ പിടിക്കണുണ്ടല്ലോ അമ്മേ, നമുക്കും മാതാവിനെ പിടിക്കണ്ടേ എന്നിങ്ങനെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, നമുക്ക് മാതാവിനെ പിടിക്കാൻ മാതാവ് നമുക്ക് സമയമായിട്ടില്ല, നമ്മൾ വന്നിട്ടല്ലേ ഉള്ളൂ. അവരൊക്കെ ഒത്തിരി നാളായി മാതാവിനെ പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ചെറിയ മോൾ അവൾ എന്നോട് പറഞ്ഞില്ല, മാതാവ് എന്നോട് പറയുന്നുണ്ട്, മാതാവിനെ അമ്മയുടെ അച്ഛൻ്റെയും കയ്യിൽ തരുമെന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അവൾ ഉറക്കെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചത് ഒരുപക്ഷെ ആ സമയത്തുണ്ടായവർക്ക് അത് കേട്ടിട്ടുണ്ടാകും. ആ സമയത്ത് അവൾ ഉറക്കെയാണ് പറഞ്ഞത്, മാതാവേ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കയ്യിൽ മാതാവ് വരണേന്ന്. അത് ആ സമയത്ത് ഇവിടെ ഇട്ടത് എല്ലാവരും എടുത്തതിന് ശേഷം ലാസ്റ്റ് ഉള്ളതാണ് ഞങ്ങൾ എടുത്തത്. അത് ഞങ്ങൾക്ക് മാതാവിനെ കൈകളിൽ എന്താനായിരുന്നു. അന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് മാതാവിനെ കയ്യിൽ വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത, കഴിഞ്ഞ വർഷം 2024 ജനുവരിയിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. ഈ വർഷം മാതാവിനെ കയ്യിൽ പിടിച്ച് ഇവിടെ ഈ പുണ്യഭൂമിയിൽ നിൽക്കുവാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു കുടുംബസമേതം. അന്നേ ദിവസം ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ മോള് പറഞ്ഞു,
പറഞ്ഞു, അമ്മേ അവൾ വയറുവേദനയായിട്ട് കിടക്കണിരുന്നു, അവൾ ഇതൊന്നും അവൾക്ക് കാണാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന വെള്ളം തീർന്നിട്ടുണ്ടായി. അപ്പോഴാണ് നമ്മുടെ ഇവിടെ വിശുദ്ധ കിണറെന്ന് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ആ കിണറ്റിലെ വെള്ളം ആ സമയത്ത് ഒരു ഗ്ലാസ്സിലെടുത്ത് കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി. പക്ഷേ ഞാനപ്പോൾ അവളോട് ചോദിച്ചു, പിന്നീട് ഇവിടെ അങ്ങനെ വളഞ്ഞിങ്ങനെ ഇതായി നിൽക്കണത് നേരെ മര്യാദക്ക് നടന്നപ്പോൾ ചോദിച്ചു, നിനക്ക് വയറുവേദന അമ്മേ അത് ആ വെള്ളം കുടിച്ച് ആ സെക്കൻഡിൽ മാറിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ വെള്ളത്തിന്, എനിക്കതറിയില്ല, അങ്ങനെ വെള്ളം കുടിച്ച് അത് മാറിയപ്പോൾ അത് ഭയങ്കരമായൊരു അതിൽ പിന്നെ ആ ഒരു വെള്ളത്തിൽ നിന്ന് കിട്ടിയ വിശ്വാസം ഞങ്ങൾ പലരോടും പറയാൻ തുടങ്ങി. പലരും അത് എടുത്തിട്ട് പിന്നീട് പോയിട്ടുമുണ്ട്. പല സൗഖ്യങ്ങളൊക്കെ കിട്ടിയ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സാക്ഷ്യമാണ് ഞങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷ്യമാണ്. ഞാൻ ബിസിനസ്സിലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും ബിസിനസ് തടസ്സങ്ങൾക്കും വേണ്ടിയാണ് ശരിക്കും ഇവിടെ വരാൻ ഏറ്റവും പ്രധാനമായ കാരണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ബിൽഡിംഗ് റെൻറ്റിൻ്റെ ബിൽഡിംഗ് ഓണർ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് 2 ദിവസം പോലും സമയം നീട്ടി തരാനായിട്ട് ബിൽഡിംഗ് ഓണറോ ഒരു വക്കീലോ തയ്യാറല്ലായിരുന്നു. പക്ഷേ ഞാൻ തിങ്കളാഴ്ച ഞങ്ങൾക്ക് പെട്ടെന്നായിരുന്നു ആ ഒരു കേസിൻ്റെ ഇത് വന്നത്, ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു അതിനെക്കുറിച്ച്. അപ്പം ഞങ്ങളുടെ വക്കീൽ പിറ്റേ ദിവസം അതിനു വേണ്ടി ഹാജരാകാൻ സാധ്യമല്ല, കാരണം അതൊരിക്കലും നമുക്ക് നീട്ടിക്കിട്ടാൻ സാധിക്കില്ല, അതിലെന്തെങ്കിലും ഇപ്പോൾ തന്നെ സെറ്റിൽമെൻറ്റ് ചെയ്യേണ്ട നടപടിയാവുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഈ ചൊവ്വാഴ്ച യൂട്യൂബിൽ ലൈവായിട്ട് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ആ സമയത്ത് ആ 11:30 ആ ടൈമിലായിരുന്നു കേസ് വിളിച്ച സമയം. അപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് ശരിക്കും എപ്പോഴും ഞാൻ യൂട്യൂബിലെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളൊക്കെ തന്നെയാണ് കൂടുന്നതിന് ശേഷം മറ്റുള്ള ഇതൊന്നും ഞാൻ യൂട്യൂബിൽ കാണാറില്ല, എനിക്കങ്ങനെ തോന്നാറുമില്ല. അച്ഛൻ്റെ ക്ലാസ് കേൾക്കണമെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും എന്നോട് ഓരോ ദിവസവും സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് കണ്ടിട്ടിരിക്കെ തന്നെ എനിക്ക് അവിടെ നിന്ന് വിളി വന്നു, ഒരു ഇതും ആവില്ല, ഒരു 2 ദിവസം പോലും നീട്ടിക്കിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് 2 ആഴ്ച ഞങ്ങൾക്ക് സമയം കിട്ടി. ഞാൻ അതേ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ, കാരണം അന്ന് അച്ഛനെടുത്ത ക്ലാസ്സിൽ മുഴുവൻ സാക്ഷ്യം പറയണതിനെ പറ്റിയൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ആലോചിച്ച്, എനിക്കിത് 2 ദിവസമെങ്കിലും നീട്ടിക്കിട്ടിയാൽ എനിക്ക് സാക്ഷ്യപ്പെടുത്താനായിട്ട് പറ്റുമല്ലോ മാതാവേ, എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ വരണം, എനിക്ക് വേറെയും കാര്യങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്താനുണ്ട്. എനിക്ക് ഇതിന് മുന്നേ ഞങ്ങൾ വന്ന സമയത്ത് ഉടമ്പടി പുതുക്കാത്തതാണ്, എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കുട്ടികളുടെ കാര്യമൊന്നും പറ്റിയില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ മനസ്സിലിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 ആഴ്ചത്തേക്ക് ഞങ്ങൾക്ക് നീട്ടിക്കിട്ടി. അതും ഒരു വലിയ സാക്ഷ്യമായിട്ട് കണക്കാക്കും. 2 ദിവസം പോലും കിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് 2 ആഴ്ചത്തേക്ക് ആ സമയത്ത് എൻ്റെ ജീവിത പങ്കാളി കയ്യിൽ കാശ് രൂപം കരുതിയിട്ടുണ്ടായിരുന്നു. വക്കീൽ വന്നില്ലായിരുന്നെങ്കിൽ സ്വയമേ അത് പറയാമെന്നുള്ള രീതിയിൽ നിന്ന് ആ സമയത്ത് വക്കീൽ വന്നാണ് അത് സംസാരിച്ച് അത് സെറ്റിൽമെൻ്റ് ആക്കിയത്. പിന്നീട് ഇതുപോലെ ചെറുതും വലുതുമായ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് പറഞ്ഞിതാക്കേണ്ടതെന്ന് അറിയില്ല. ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, ഞാനിവിടെ നിന്ന് പത്രം ഞങ്ങളെല്ലാ മാസവും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. പത്രം ആദ്യം ഞാൻ കൊടുത്തത്, എനിക്കതും മനസ്സിലേക്ക് ചിന്ത വന്നാണ്. എനിക്ക് മനസ്സിൽ അങ്ങനെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരും എനിക്കും അതെന്താണെന്ന് അറിയില്ല, എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ചിന്ത വന്നു. ഹോസ്പിറ്റലിൽ കുഞ്ഞുങ്ങൾ കിടക്കുന്ന വാർഡിലാണ് ഇത് കൊണ്ടുപോയി കൊടുക്കേണ്ടത്. അതും എൻ്റെ മകളുടെ സാക്ഷ്യം പറഞ്ഞ് അത് കൊടുക്കണം എന്നുള്ള മനസ്സിലേക്ക് ചിന്ത വന്നു. ഞാൻ ഇവിടെ നിന്ന് വന്ന പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. 18 പത്രമാണ് ഉണ്ടാകുന്നത്. 2 എണ്ണം ഞാൻ ഒരെണ്ണം എൻ്റെ വീടിൻ്റെ അവിടെ തന്നെ കൊടുക്കാൻ വേണ്ടി 2 എണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കി 16 പത്രവുമായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. ആ വാർഡിലേക്ക് അത് ചെന്ന സമയത്ത് കറക്റ്റായിട്ട് ആ 16 പേഷ്യൻസ് കുഞ്ഞുങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ ഓരോരുത്തരുടെ അടുത്തും സമയമെടുത്ത് 10, 15, 20 മിനിറ്റൊക്കെ നിന്ന് സംസാരിച്ച് മാതാവിനെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ മോളുടെ സൗഖ്യം പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആദ്യമായിട്ട് ഞാൻ അങ്ങനെ എനിക്കൊരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റി. ഒരിക്കലും ഞാനിങ്ങനെ നിന്ന് സംസാരിക്കാനോ ഇതുപോലെ ചെയ്യാനോ ഒന്നും പറ്റുന്ന അത്ര ആ ഒരു ധൈര്യം എനിക്കില്ല. പക്ഷേ ഈ ആൾത്താരിൽ ഇപ്പോൾ നിൽക്കുന്നത് എന്തോ ഞാൻ തന്നെയല്ല, ശരിക്കും മാതാവാണ് എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. അത് ഏറ്റവും വലിയൊരു അനുഭവമാണ്. അന്ന് എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് 16 പേരാണ് അന്ന് കൃത്യമായിട്ടുണ്ടായിരുന്നത്. അത് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. പിന്നീട് പള്ളികളിൽ ഞാൻ ഓരോ തവണയും ഓരോ സ്ഥലത്താണ് പത്രം കൊടുത്തിരുന്നത്. ഒരു സമയത്ത് ഓട്ടോ സ്റ്റാൻഡിലാണെങ്കിൽ അവിടുത്തെ ചേട്ടൻ പലരോടും ഇത് സാക്ഷ്യം പറഞ്ഞ് തന്നെ ഞാൻ കൊടുക്കുമായിരുന്നു. കാരണം അപ്പോൾ ചിലർ പറയും അതൊക്കെ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ സത്യമാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പലരും ചോദിക്കും. ഞാൻ എൻ്റെ അനുഭവം പറയുമ്പോൾ അവർ ഭയങ്കര അതിശയത്തോടെ കേട്ടിരുന്നിട്ട് അപ്പോൾ അതൊക്കെ സത്യമാണല്ലേ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് പോകാൻ എത്ര രൂപ, അവിടെ പൈസയുടെ ഭയങ്കര ചിലവല്ലേ, 2000-3000 രൂപയൊക്കെ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ 5 പൈസയുടെ ചിലവ് വന്നിട്ടുണ്ട്,
വന്നിട്ടില്ല. അവിടെ ഒരു സ്തോത്ര കാഴ്ച മറ്റുള്ള ഒന്നുമില്ല. അവിടെ നിന്ന് ഉടമ്പടി വസ്തുക്കൾ വാങ്ങിക്കുമ്പോൾ മാത്രം ആ പത്രത്തിന് കൊടുക്കുന്ന ആ പൈസ 100 രൂപ അല്ലാതെ ഒന്നും നമുക്ക് വേറെ ചിലവ് വരുന്നില്ല. നമ്മൾക്കൊരു അതൊക്കെ ഓരോ പ്രാവശ്യം നിർബന്ധമായിട്ടും അവിടെ ചെല്ലണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ എന്ന് ചോദിച്ച സമയത്ത് എനിക്കും കൃത്യമായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ അറിവുള്ളതുപോലെ പറ്റി. അതിൽ നിന്ന് ഞങ്ങളും പോകാം, ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നതെന്ന് ഒത്തിരി പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാതാവിനെക്കുറിച്ച് അറിയാത്ത ഒത്തിരി പേരുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നത് യൂട്യൂബിലൊക്കെ സാക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒത്തിരി ഞാൻ മാത്രമേ അധികം അറിയാതിരുന്നുള്ളൂ മാതാവേ എന്ന് ചോദിച്ചു. പക്ഷേ ഒത്തിരി പേര് ഇനിയുമുണ്ട്. അവർ പല തെറ്റിദ്ധാരണകളും വെച്ചിരിക്കുന്നവരുണ്ട്. അവരോടൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി. പിന്നീട് ഞാൻ കൊടുത്തത് ഓരോ സ്ഥലം എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് കൊടുത്തു. അങ്ങനെ ഈ 5 മാസവും പല പല സ്ഥലത്തായിട്ടാണ് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. അതും മാതാവിനെക്കുറിച്ച് ഞങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞു തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പത്രം ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി എടുത്തതിൽ പിന്നെ ഞാൻ അല്ലാതെ തന്നെ പള്ളിയിൽ കുർബാനയും നൊവേനയൊക്കെ കൂടുമായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനും എൻ്റെ ഭർത്താവും കൂടെ രാവിലെ തന്നെ പ്രഭാതത്തിലെ കുർബാനയിൽ തന്നെ പങ്കെടുക്കാൻ ഇന്ന് വരെയും മാതാവ് അത് മുടക്കിയിട്ടില്ല. ഒരു ദിവസം മുടങ്ങുമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ പോയ സമയത്താണ് ഈ കഴിഞ്ഞ മാസം ഒരു ദിവസം. അപ്പോൾ ഞാൻ രാത്രി ശക്തമായ ഒരു മസിൽ പിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ എഴുന്നേറ്റ് അരമണിക്കൂറോളം അങ്ങനെ ഇരുന്നിട്ട് വെറുതെ സമയം നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് 5:15 സമയം. അയ്യോ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാനുള്ള സമയമാണല്ലോ, വേഗം കുളിച്ച് റെഡിയായി വന്ന് ചെല്ലാൻ അതായല്ലോ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണമല്ലോ എന്ന് വിചാരിച്ച് ആ സെക്കൻഡിൽ എൻ്റെ മസിൽ വെട്ടി. അതാണ് ആ ബുദ്ധിമുട്ട് മാറിപ്പോയി. എനിക്ക് അങ്ങനത്തെ ഇതുവരെ ഉണ്ടാകാത്തൊരു അനുഭവമാണ്. അങ്ങനെ എൻ്റെ മാതാവ് എനിക്ക് മനസ്സിലായി, എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചതാണെന്ന്. അങ്ങനെ ഒരു ദിവസം പോലും 5:30 വിട്ട് പോകാൻ എന്നെ ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇന്ന് നിമിഷം വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ജപമാല ചൊല്ലിയതിന് ശേഷം പള്ളിയിലേക്ക് കുർബാന പോകുന്നത്. കുർബാന കൂടിയതിന് ശേഷം ആരാധനയിൽ ഇരിക്കുന്ന ബൈബിളിൽ നിന്ന് ദിവസം ഓരോ വചനം എടുത്ത് പ്രാർത്ഥിക്കും. ആ വചനം ആ ലൊക്കേഷൻ ഓർത്ത് വന്ന് വീട്ടിൽ വന്ന് വീണ്ടും വിശദമായിട്ട് ബൈബിൾ ഇരുന്ന് വായിക്കും. ബൈബിൾ വായിക്കാനൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ബോധ്യം ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയത് ഉടമ്പടി എടുത്ത ശേഷമാണ്. ഞാനിപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് ബൈബിളുമായിട്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം പോലെയാണ്. ഞാനങ്ങനെ ഒരുപാട് നേരം പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട നമ്മൾ കുളിക്കൽ അതൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് പ്രാർത്ഥന. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും എനിക്ക് പൊതിച്ചോറ് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പൊതിച്ചോറുണ്ടാക്കി ഞാനത് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ്. എനിക്ക് ഭക്ഷണമൊക്കെ കുറച്ച് മാത്രം ഒരുപാട് അങ്ങനെ ഉണ്ടാക്കാനും ഒരുപാട് നേരം അടുക്കള നിൽക്കണതും അങ്ങനെ ചെയ്യണ കാര്യമൊക്കെ മടിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അങ്ങനെയുള്ള ഞാൻ ഇങ്ങനെ പൊതിച്ചോറുണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിക്കുന്ന ആ സമയത്ത് 12 മണി ആകുന്നതിന് ആ മുമ്പ് തന്നെ ഭക്ഷണം ഉണ്ടാക്കി തീർക്കാൻ എനിക്ക് പറ്റാറുണ്ട്. ഞാനങ്ങനെ ഒന്നിടവിട്ട ആഴ്ചകൾ പൊതിച്ചോറുണ്ടാക്കി പാവങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കും. ആ പൊതിച്ചോറ് കൊടുക്കുന്ന സമയത്തും എനിക്ക് പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ വഴിയരികിലിരിക്കുന്ന അവർ മാത്രമല്ല ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നവരെന്ന ബോധ്യം എനിക്ക് തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല വസ്ത്രം ധരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും അവരും ഭക്ഷണമില്ലാണ്ട് വിഷമിക്കുന്ന ഒത്തിരി മക്കളുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് മാതാവ് തന്നു. പള്ളിയിൽ വെച്ച് ഞാൻ അങ്ങനെ ഒരു ചേച്ചിയെ കണ്ടുമുട്ടി. ആ ചേച്ചി ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുള്ളതാണ്. ഉടമ്പടി എടുത്തിട്ട് ഇട്ട് കളഞ്ഞൊരു ചേച്ചിയാണ്. ആ ചേച്ചിയായിട്ട് കുറേ നേരം സംസാരിക്കാനും മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇട്ട് കളഞ്ഞ കാര്യങ്ങളൊക്കെ ആ ചേച്ചി എന്നോട് പറഞ്ഞ് പിന്നെ പോകാൻ പറ്റാതെ ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്തേക്ക് വരണം. അമ്മ മാതാവാണ് എനിക്ക് ചേച്ചിയെ കാണിച്ചു തന്നത്. അമ്മ മാതാവ് ചേച്ചിനെ വിളിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ള ഒരുപാട് അവരപ്പോൾ ഉടനെ തന്നെ പോകാമോളെന്ന് വളരെ സന്തോഷത്തോടുകൂടി എന്നോട് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഞാൻ മാതൃഭവനങ്ങളിൽ സന്ദർശിക്കാറുണ്ട്. അവിടെ അതൊക്കെ ഇതെല്ലാം എനിക്ക് ആദ്യത്തെ അനുഭവങ്ങളാണ്. അവിടെ ചെല്ലുമ്പോൾ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്കും ധാരാളമായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർക്കും കാലിൽ ഞാൻ മാതൃഭവനത്തിൽ ഒരു ദിവസം പോണ സമയത്ത് രാവിലെ കേട്ട സാക്ഷ്യം ഉള്ളം കാലിൽ ഭയങ്കര തഴമ്പ് വന്ന് ചോരയും ബുദ്ധിമുട്ടുമായിട്ട് അത് സൗഖ്യപ്പെട്ട ഒരു ചേട്ടൻ്റെ സാക്ഷ്യമാണ്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്തേക്ക് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു ചേച്ചി
ഉണ്ട്. ആ ചേച്ചിക്ക് കാലിൽ ഇതുപോലത്തെ ഒരു അവസ്ഥ. ആ ചേച്ചി എന്നോട് അന്നാണ് പറയുന്നത്, മോളെ എൻ്റെ കാലിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, വിശുദ്ധ തൈലമുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി അതങ്ങനെ കൈകളിൽ തരാൻ പാടില്ല, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച് ചേച്ചിക്ക് പെരട്ടി തരാം എന്ന് പറഞ്ഞു. ആ ചേച്ചിക്ക് അങ്ങനെ പെരട്ടി കൊടുത്തു. അവിടെയുള്ള അമ്മമാർക്കൊക്കെ പെരട്ടി കൊടുത്തു. ഓരോരുത്തരും പല പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞവർക്ക് വേണ്ടി പെരട്ടി. ഞാൻ മാതാവിനോട്, മാതാവേ എനിക്ക് പ്രാർത്ഥിക്കാനോ ഒന്നും അറിയില്ല, ഞാൻ ഇത് ചെയ്യുമ്പോൾ മാതാവേ അമ്മയിലൂടെ ഈശോ ആയിരിക്കണം കേട്ടോ ഇടപെടുന്നത്, ഈശോ സൗഖ്യം കൊടുക്കണം, ഈ മക്കൾക്ക് സൗഖ്യം കിട്ടി സാക്ഷ്യം ഞാൻ പറയും, അപ്പോൾ എനിക്കിത് പറയാൻ പറ്റണം കേട്ടോ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം ചെന്നപ്പോൾ ആ ചേച്ചി പറഞ്ഞു, മോളെ അന്ന് വന്ന് മോള് പ്രാർത്ഥിച്ച് പോയിട്ട് എൻ്റെ കാല് സുഖപ്പെട്ടു എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞു. 2 കാല് സോക്സ് ഇട്ടായിരുന്നു ആ ചേച്ചി നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു, ഞാനല്ല ചേച്ചി, എന്നെ ഇവിടെ വിട്ടത് തന്നെ മാതാവാണ്. ഇത്ര നാൾ ഈ വഴിയിലൂടെയൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ ഒരു മാതൃഭവനം ഉള്ളതായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ശരിക്കും കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്ത പിന്നെയാണ് ശരിക്കും ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രേക്ഷിത പ്രവർത്തനത്തിനും കാരുണ്യ പ്രവൃത്തിക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ ഒരു മനസ്സിന് സന്തോഷം, അതൊക്കെ ഇത്രയും മനസ്സ് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ എപ്പോഴും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ലോകമെമ്പാടും എല്ലാ ഭവനങ്ങളിൽ നിന്നും ഒരു വ്യക്തിയെങ്കിലും ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായിരുന്നേനെന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഉടമ്പടി എടുത്ത മക്കൾ ഒരെണ്ണമുണ്ടെങ്കിൽ ഇതുപോലെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തിക്കുകയും ചെയ്യാതിരിക്കില്ല. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ദിവസം നമ്മൾ പത്രത്തിലും ഒക്കെ കാണുന്ന രീതിയിലുള്ള വാർത്തകളൊന്നുമില്ലാതെ എത്ര സുന്ദരമായ വൈകാതെ തന്നെ അതിലേക്കാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അമ്മ മാതാവ് അത്ര പവർഫുള്ളാണ്. ഈശോ അമ്മേനെ എൻ്റെ കയ്യിൽ, ഈശോനെയാണ് അമ്മ എൻ്റെ കയ്യിലേക്ക് തന്നത്. അമ്മ വഴി ഞാൻ ഈശോയിലും അത് ഞാൻ എഴുതി കൊടുക്കാൻ വിട്ടു. എൻ്റെ മനസ്സിലേക്ക് പോകുന്നൊരു കാര്യമാണ്. അമ്മ മാതാവ് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ഈശോയുടെ തോളിലേക്ക് ചാഞ്ഞതായിട്ട് എനിക്കൊരു ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് വചനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ജനുവരി 7 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സമയത്ത് ഞങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കത് മറന്നുപോയി. എൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടു. എനിക്ക് ഭയങ്കരമായ ടെൻഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മറന്നു. എനിക്ക് ഒന്നിലും ഒരു ടെൻഷൻ ഇല്ലാണ്ട് ധൈര്യം തന്നു. അതെനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയൊരു കൃപയാണ്. ആ ധൈര്യം തന്നു എനിക്ക്. ആ സമയത്ത് എനിക്ക് വചനം കിട്ടുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, മാതാവ് എല്ലാവരും അടയാളം ചോദിക്കുന്നു, ഞാനിന്ന് വരെ എനിക്കങ്ങനെ അടയാളം ചോദിക്കാൻ എനിക്ക് അതറിയില്ല. മാതാവ് എനിക്ക് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് എന്നോട് മാതാവ് വഴി ഈശോയോട് സംസാരിക്കാൻ പറയൂ, ഈശോ എന്നോട് പറയുമോ സംസാരിക്കുമോ എന്ന് ചോദിച്ചാൽ വചനം എടുത്തപ്പോൾ ഹബക്കുക്ക് 2:3 ആണ് എനിക്ക് വചനം കിട്ടിയത്. ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്, അതിന് താമസമുണ്ടാവുകയില്ല, അത് വൈകുന്നുവെങ്കിൽ അതിനായി കാത്തിരിക്കുക, തീർച്ചയായും വരും എന്ന് ഉള്ളൊരു വചനമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായി. കാരണം ഇത്തിരി താമസിച്ചാലും എനിക്ക് ഉറപ്പായിട്ടും എൻ്റെ നിയോഗം മാതാവ് നിവൃത്തിയാക്കി തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്കിവിടെ നിൽക്കാനായിട്ടും ഇതുപോലെ സാക്ഷ്യപ്പെടുത്തുവാനും ഒക്കെ ദൈവം മാതാവ് അനുവദിച്ചതിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്തും അമ്മ മാതാവിനും ഈശോപ്പനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ നിർത്തുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9:2 തിരുവചനം അരുളി ചെയ്യുന്നു, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു, കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവെക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു. നിഷാദ് ഒറ്റ ശ്വാസത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ കൃപാസന അൾത്താരയിൽ പങ്കുവയ്ക്കുന്നു. താൻ അനുഭവിച്ചറിയാൻ തുടങ്ങിയ ഈശോ സത്യവാനാണെന്നും സത്യദൈവത്തെയാണ് താനിപ്പോൾ സ്നേഹിക്കുന്നതെന്നും തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും മേൽ ദൈവിക പദ്ധതികളുണ്ടെന്നുമൊക്കെ നിഷ മനസ്സിലാക്കുകയാണ്. അങ്ങനെ താൻ പറഞ്ഞ അല്ലെങ്കിൽ താൻ എഴുതിയ നിയോഗങ്ങളൊന്നുമല്ല, ഈശോയ്ക്കും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ അതാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ചത്. അതൊന്നും വേണ്ടാത്തതായിരുന്നില്ല. മറ്റു പലതിനും പ്രാധാന്യം കൊടുത്തപ്പോൾ ഇത് പലതും ഈ മകള് പുറകോട്ട് വയ്ക്കുകയായിരുന്നു. എന്നാൽ അത് തന്നെ അമ്മ ഏറ്റവും ആദ്യം ഈശോയുടെ അടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ഓരോ രോഗസൗഖ്യങ്ങൾ തൻ്റെ മക്കൾക്ക് ലഭിച്ചത്, മക്കളുടെ കാര്യത്തിലാണ് കൂടുതലും ഇവിടെ ഓരോന്നും പറഞ്ഞത്. അതുപോലെ തങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യം, ഇങ്ങനെയൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ നാം കേട്ട തിരുവചനം പോലെ എങ്ങനെയാണ് ജനതകൾ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനിടയാകുന്നത്. ഇന്ന്
ലോകത്തിൽ ഒരു കുടുംബമെങ്കിലും ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഈ മകൾ ഇവിടെ പറയുമ്പോൾ തൻ്റെ ഉടമ്പടി ജീവിതത്തോടുള്ള ആ കൂറ്, അതായത് ഇത് ജസ്റ്റ് തനിക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല ആയിട്ടല്ല നിഷ ഇവിടെ പങ്കുവയ്ക്കുക. തന്നെയും തൻ്റെ കുടുംബത്തെയും ദൈവം ഉപയോഗിക്കുന്ന, ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു സാക്ഷ്യം പങ്കുവയ്ക്കൽ തന്നെയാണിത്. അതുകൊണ്ട് തന്നെയാണ് താൻ ഇങ്ങനെയൊന്നും പറയാത്ത മകളാണ്. മൈക്ക് പിടിക്കാൻ പോലും പറ്റാത്ത എത്രയോ മക്കൾ ഈ അൾത്താരയിൽ വന്ന് ആദ്യമായി മൈക്ക് പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇത് താനല്ല പറയുന്നത്. ഇങ്ങനെയൊക്കെ കൂടുതലും ദൈവേഷ്ടത്തോടെ ജീവിക്കുന്ന ഒരു മകളായിട്ട്, അതുപോലെ തൻ്റെ മക്കളുടെ കാര്യത്തിലൊക്കെ ദൈവേഷ്ടത്തെ കണ്ടുകൊണ്ട് മാത്രം മുമ്പോട്ട് പോകുന്ന ഒരു കുടുംബമായിട്ട് വിശുദ്ധ ബലിയിൽ തങ്ങൾ പങ്കെടുക്കുന്നു. അതൊന്നും ഇവരെ സംബന്ധിച്ച് ഒട്ടും തന്നെ ഇവരോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ല വിശുദ്ധ ബലിയിലൊക്കെ പങ്കെടുക്കണമെന്ന്. കത്തോലിക്കരായ നമ്മൾ എത്ര തീഷ്ണതയോടെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു നമുക്ക് ചിന്തിക്കാം. എങ്ങനെയെങ്കിലും വിശുദ്ധ ബലി മുടക്കാൻ പറ്റിയാൽ കുഞ്ഞുണ്ടാകുന്നതിന് മുൻപ് കുഞ്ഞില്ല എന്ന് പറയും, കുഞ്ഞായി കഴിഞ്ഞാൽ കുഞ്ഞുള്ളത് കൊണ്ട് വിശുദ്ധ ബലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയും. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഇന്ന് എത്രയോ മക്കൾ ഈശോയെ ആദ്യമായിട്ട് അറിയുന്നവർ അവരുടെ ജീവിതത്തിൽ അവർ വിശുദ്ധ ബലി എല്ലാ ദിവസവും പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു. ഉപവാസം, പ്രാർത്ഥന, തനിക്ക് ദിനചര്യ പോലെയാണ് പ്രാർത്ഥന. ഇതൊന്നും തനിക്ക് അറിയുന്ന മകളായിരുന്നില്ല. എന്നാൽ ഇന്ന് തന്നെ ഇതെല്ലാം പഠിപ്പിച്ചു. അങ്ങനെ ഏറ്റവും സ്നേഹത്തോടെ ഈ മകൾ ഇന്നിവിടെ പങ്കുവയ്ക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ അമ്മ എങ്ങനെയാണ് സംരക്ഷിച്ചത്, കുഞ്ഞിനും അമ്മയുടെ സ്വപ്നവും ദർശനവും ഒക്കെ എങ്ങനെയുണ്ടായി. ഇവിടെ വരുമ്പോൾ അമ്മ കുഞ്ഞിനോടാണ് പറയുന്നത്, നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇന്ന് ഞാൻ അവരുടെ കൈകളിൽ ചെല്ലും, അമ്മ മാതാവ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ആ മകൾ പറയണമെങ്കിൽ ഇവിടെ നിൽക്കുന്ന കുട്ടിയാണ്. ആ കുഞ്ഞുങ്ങളൊക്കെ വെറുതെ പറയുന്നതല്ല, അവർക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ആ ലഭിച്ച സന്തോഷവും ബോധ്യങ്ങളും തന്നെയാണ് ആ കുഞ്ഞിനെയൊക്കെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്. അങ്ങനെ നാം ഇന്നിവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് മടുത്തു പോകാനല്ല, നാം ഇവിടെ ഇരുന്ന് എത്രമാത്രം ജപമാല പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അത് നമുക്ക് വേണ്ടി മാത്രമാകരുത്, നമ്മുടെ അടുത്തിരിക്കുന്നവർക്കും അതുപോലെ നാം ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത വ്യക്തികൾക്കുമൊക്കെ വേണ്ടിയിട്ട് നാം ജപമാല പ്രാർത്ഥിക്കണം. ഇവിടെ ഇരുന്ന് ഒരു സെക്കൻഡ് പോലും നിഷ്ഫലമാക്കി കളയരുത്. ഇത് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ആരും മറന്നു പോകരുത്. ഇത് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. സ്വർഗം വാതിൽ തുറന്ന് ഇറങ്ങി വന്ന സ്ഥലമാണ്. ഈ കുടുംബത്തിന് എല്ലാവിധത്തിലുള്ള കൃപകളും ലഭിച്ച് ഇന്നിവരെ ഇവിടെ സാക്ഷികളാക്കിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കരങ്ങളടിച്ച് നമുക്ക് ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജാസ്മി, ഇത് എൻ്റെ ഹസ്ബൻഡ് പോൾ, ഇത് ഞങ്ങളുടെ മക്കൾ. ഞങ്ങൾ 2019 നവംബർ മാസത്തിലാണ് ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മോന് 12 വയസ്സുണ്ടായിരുന്നു, മൂത്ത കുഞ്ഞിന് ആദ്യമായി ഉടമ്പടി എടുക്കുന്ന സമയത്ത്. അവനെന്നും ഭയങ്കര വിഷമമായിരുന്നു, ഞങ്ങൾക്കും അതായിരുന്നു. അവനൊരു അനിയനോ അനിയത്തിയോ ഇല്ലല്ലോ എന്നും പരാതിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ചെന്ന് കഴിയുമ്പം നോക്കുമ്പോൾ പറഞ്ഞു PCOD ആണ്. പിന്നെ പക്ഷേ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് മുതിർന്നില്ല. പിന്നെ ഞങ്ങൾ വന്ന് 2019 ഉടമ്പടി എടുത്തു. മാതാവിൻ്റെ തൈലം എന്നും വയറ്റത്ത് വെച്ച് ഞങ്ങൾ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ തന്നെ ആ ഫെബ്രുവരി മാസത്തിൽ 3 മാസത്തിന് ശേഷം ഞാൻ പ്രഗ്നൻ്റായി. നല്ലൊരു കുഞ്ഞിനെ എനിക്ക് മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അവനത് ജോഷുവ എന്നാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. രണ്ടാമതായി അതിനുശേഷം ഞങ്ങൾക്ക് കൊറോണ കാലമായി, മാതാവിൻ്റെ അടുത്ത് വരാനൊന്നും സാധിച്ചില്ല. പിന്നെ മാതാവിൻ്റെ പ്രാർത്ഥനയിൽ കുറച്ചൊരു മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് വിശ്വാസക്കുറവല്ല, പ്രാർത്ഥിക്കാൻ സമയം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ കുഞ്ഞുമായി വന്ന് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറ്റങ്ങൾ വന്നു. പെട്ടെന്ന് മാനസികവും ശാരീരികവും ഒരുപാട് അസ്വസ്ഥതകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു തുടങ്ങി. ഭയങ്കര വിഷമങ്ങൾ, ഫാമിലി ഇഷ്യൂസ്, ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങൾ പിന്നെ മാതാവിലേക്ക് പ്രാർത്ഥനയിലേക്ക് ഞങ്ങൾ വീണ്ടും തിരിഞ്ഞു. മാതാവിനെ വിളിച്ചു, അച്ചായം വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 20 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് വിൽപ്പനയ്ക്കായി ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നതിന് ആ സ്ഥലം ഞങ്ങൾ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോയി, വെഞ്ചരിച്ച കാശുരൂപം കൊണ്ടുപോയി ഞങ്ങൾ അവിടെ ഇട്ട് കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എത്ര എളുപ്പം അന്ന് ആദ്യം ഇവിടെ വന്ന് അച്ചായം വന്ന് ഉടമ്പടി എടുത്ത് 2ാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ ഇവിടെ വന്ന് തിരിച്ച് ഇതിന് ഗേറ്റിന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ വിളി വന്നു, ഇങ്ങനെ സ്ഥലം കച്ചവടമായി എന്ന് പറഞ്ഞുകൊണ്ട് കച്ചവടക്കാർ വിളിക്കുമായിരുന്നു. 3ാമതായി പറയാനുള്ളത്, ഞങ്ങളുടെ കുഞ്ഞ് 3 വയസ്സായപ്പം
അവന് അപ്പ അമ്മ എന്ന് മാത്രമേ പറയൂ. എന്തെങ്കിലും ഇങ്ങനെ വാക്കുകൾ കാക്ക അങ്ങനെയുള്ളതൊക്കെ മാത്രമേ പറയുള്ളൂ, അല്ലാണ്ട് കൂട്ടി ഒരു കാര്യം അവൻ സംസാരിക്കില്ല. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോകും കുഞ്ഞിനെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോയി. പക്ഷേ യാതൊരു കാര്യം ഉണ്ടായില്ല. പിന്നെ ഒരു കൂട്ടർ പറഞ്ഞ് നഴ്സറിയിൽ വിട്ടാൽ മതി, കുഞ്ഞിൻ്റെ സംസാരം ക്ലിയർ ആകും. പക്ഷേ 3-4 നഴ്സറികളിൽ ഞങ്ങൾ വിട്ടു. കുഞ്ഞ് ഒരിക്കലും നഴ്സറി പോയി അവിടെ ഇരിക്കില്ല. ഞങ്ങളുടെ കൂടെ പോരണം. ഭയങ്കര വാശി. അവന് ദേഷ്യം വന്നാൽ അവൻ സ്വയം ശരീരത്തെ തന്നെ ഇടിക്കും. അങ്ങനെ ഭയങ്കര ദേഷ്യ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തു. കഴിഞ്ഞ് 2023 വന്ന് ഡിസംബറിൽ വന്ന് ഉടമ്പടി പുതുക്കി. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ കുഞ്ഞ് നന്നായി സംസാരിക്കും. അവന് ഞങ്ങൾ നേർച്ച വസ്തുക്കൾ എല്ലാ ദിവസവും നാവിലെ തേനും അവൻ നെറ്റിയിൽ തൈലം തേച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. പിന്നെ ഉടമ്പടി വസ്തുവായ ഉപ്പ് ഞങ്ങൾ നാവിൻ്റെ കുഞ്ഞിൽ പ്രാർത്ഥിച്ച് എപ്പോഴും നാവിൽ വെച്ച് കൊടുക്കും. അങ്ങനെ അവൻ തന്നെ ഇങ്ങോട്ട് ചോദിക്കും, മാതാവിൻ്റെ തേൻ എനിക്ക് താ പറഞ്ഞ് പിന്നെ സംസാരിക്കാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥിക്കണ്ടേ അങ്ങനെയൊക്കെ കുഞ്ഞ് ഞങ്ങളോട് ചോദിക്കും. ഭയങ്കര ഇഷ്ടമാണ് അവന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴൊക്കെ. അങ്ങനെ ഇപ്പം നന്നായി സംസാരിക്കാനും നല്ല ആക്റ്റീവായി. നഴ്സറിയിൽ ഞാൻ ടീച്ചേഴ്സ് പറയും നല്ല കുഞ്ഞായി നല്ല ആക്റ്റീവായ കുഞ്ഞായി മാറ്റി ഞങ്ങൾക്ക് മാതാവ് തന്നു. പിന്നെ പറയാനുള്ളത് 2011 ഞങ്ങളൊരു സ്ഥലം മേടിച്ചു. ആ സ്ഥലത്തിന് ഒരു പകുതി സ്ഥലത്തോളം, ഒരു 60 സെൻറ്റ് സ്ഥലത്തോളം ഞങ്ങൾക്ക് അതിന് ആടിയാധാരങ്ങളോ ഒന്നും ലീഗലായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഞങ്ങളതൊരു ചതിയിൽപ്പെട്ട അവസ്ഥയിലായിരുന്നു. അവർ ഞങ്ങൾക്ക് ശരിയാക്കി തരാം. ഞങ്ങൾ 13 ലക്ഷം രൂപ അവർക്ക് കൈമാറുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് ശരിയാക്കി തരാം, നാളെ തരാം. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ആ സ്ഥലത്തിൽ ഞങ്ങൾ റബ്ബറും കാര്യങ്ങളൊക്കെ വെച്ചു. പക്ഷെ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ ഞങ്ങൾ മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ചു. 2019 വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെ അത്ഭുതകരമായി, എല്ലാവർക്കും പറയുമ്പോൾ അത്ഭുതമാണ്. കാരണം ഒരിക്കലും അടിയാധാരമില്ലാത്തൊരു സ്ഥലത്തിന് ലീഗലായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയും. പക്ഷേ ഞങ്ങൾക്കത് രജിസ്റ്റർ ചെയ്യാനുള്ള പേപ്പറുകളെല്ലാം ശരിയാക്കി കഴിഞ്ഞ 2023 ഞങ്ങൾക്കത് രജിസ്റ്റർ ചെയ്ത് കിട്ടി. പിന്നെ ഞങ്ങൾക്ക് ഭവനം പണിയാൻ 13 വർഷമായി ഞങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നു. ഓരോ സ്ഥലങ്ങൾ മേടിക്കും, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഞങ്ങൾക്ക് അവിടെ വിറ്റുപോകാം. കാരണം ഒന്നെങ്കിൽ കിണറ്റിൽ വെള്ളം കിട്ടില്ല എന്ന് പറയും. അങ്ങനെ ഞങ്ങൾക്ക് എപ്പോഴും ഭവനം പണി എപ്പോഴും തടസ്സങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പം നല്ലൊരു ഭവനം പണി ഞങ്ങൾക്ക് ഇനി ഫസ്റ്റ് ഫ്ലോറിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. സെക്കൻഡ് ഫ്ലോർ പണിയാൻ വേണ്ടി മാതാവിൻ്റെ തിരുമുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാനും ഉടമ്പടി പുതുക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നത്. പിന്നെ അതുപോലെ എൻ്റെ മോന് കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് CBSE പരീക്ഷയിൽ അവൻ എല്ലാ ദിവസവും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം അവന് കഴുത്തിൽ കൊന്തയിൽ ഇട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു പോയതിൻ്റെ ഫലമായി നല്ല വിജയം അവന് കരസ്ഥമാക്കാൻ പറ്റി. അതുപോലെ എൻ്റെ ഭർത്താവ് ഒരു പ്രാവശ്യം ബ്ലഡ് ടെസ്റ്റ് വെറുതെ ചെയ്തതാണ്. കൊളസ്ട്രോളും ക്രിയാറ്റിനൊക്കെ നോക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ക്രിയാറ്റിൻ്റെ ലെവൽ ബോർഡറിൽ നിൽക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശ്രദ്ധിക്കണം, എന്താ ഇങ്ങനെ വന്നതെന്ന് അറിയത്തില്ലല്ലോ, നിങ്ങളൊരു 15 ദിവസം കഴിഞ്ഞ് വീണ്ടും വന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമായി. എന്താ മാതാവ് ഇങ്ങനെ സംഭവിക്കണമെന്ന് എനിക്ക് മാനസികമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ ഞങ്ങൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ തൈലവും ഉപ്പും എല്ലാം ഞങ്ങൾ നാവിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ 15 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെന്നപ്പം യാതൊരു കുഴപ്പങ്ങളും ഇല്ല. അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ, അതുപോലെ സാമ്പത്തികമായി ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ 2023 പുതുക്കിയതിന് ശേഷം ഞങ്ങൾക്ക് തന്നു. ഒത്തിരി എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് തീരാത്ത പോലത്തെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മാതാവിൽ സാമ്പത്തികപരമായി ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളായി ഞങ്ങൾ ചെയ്തത്, ഞങ്ങളുടെ അയൽവാസികൾക്ക് മരുന്ന് മേടിക്കാനും പൈസ ഇല്ലാത്തവർ, ഒരുപാട് ബുദ്ധിമുട്ടുന്ന വ്യക്തികളുണ്ട്, അവർക്കെല്ലാം ഞങ്ങൾ പൈസ കൊടുക്കുകയും ഞങ്ങൾ കഴിവിനനുസരിച്ച് പണം നൽകുകയും കല്യാണത്തിന് പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കുഞ്ഞിനെ സഹായിക്കുകയൊക്കെ ചെയ്തു. പിന്നെ മാതാവിൻ്റെ പേപ്പർ ഇവിടുന്ന് കൊണ്ടുപോയി ഞങ്ങൾ ക്രൈസ്തവർക്ക് മാത്രമല്ല അക്രൈസ്തവർക്കും കൊടുക്കും. മാതാവിനെക്കുറിച്ച് വാതോര നമ്മളൊരാളെ കിട്ടി നമുക്ക് സംസാരിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റാണ് മാതാവിനെക്കുറിച്ച് സംസാരിക്കാൻ. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ. പിന്നെ ആത്മീയമായിട്ട് ഞങ്ങൾക്ക് കുടുംബത്തിൽ പ്രാർത്ഥന എല്ലാ ദിവസവും ഒന്നും കുടുംബത്തിൽ ഞങ്ങൾക്ക് ഉടമ്പടിക്ക് മുന്നേ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കും, സമയം പോയി ഇനി നമുക്ക് കുറച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഒരു കൊന്തയിലൊക്കെ ഒതുക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ജപമാല ചെല്ലാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നു. പിന്നെ 2023 ഉടമ്പടി എടുത്തപ്പം ഒത്തിരി വിഷമിച്ച്, കുഞ്ഞിൻ്റെ കാര്യത്തിൽ വിഷമിച്ച് ഇവിടെ വന്നു. ഫസ്റ്റ് ഉടമ്പടിയിൽ എന്ത് കുഞ്ഞിനെക്കുറിച്ച് വെക്കണോ, കരച്ചിൽ കൊണ്ട് എനിക്ക് കണ്ണീര് തോരാതെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഇവിടെ ഇരുന്ന ഇവിടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചി എന്നോട് ഇങ്ങനെ പറിച്ചു, എന്താ മോളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് തന്ന കുഞ്ഞാണ്, പക്ഷേ അവന് സംസാരിക്കില്ല, ഞങ്ങൾക്ക് മാനസികമായി ഒരുപാട് വിഷമമാണ്, അവൻ സംസാരിക്കില്ല പറഞ്ഞപ്പം ആ ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ ഇതൊരു സഹനമാണ് മാതാവ് നിനക്ക് തരുന്നത്, അതുകൊണ്ട് നീ ഈ സഹനം ഏറ്റെടുത്ത് നീ പ്രാർത്ഥിക്കുക, നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തപ്പോൾ ആദ്യം ഞാൻ വെച്ചത്, മാതാവേ
മാതാവിൻ്റെ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിക്കാൻ എത്ര എളുപ്പം അംഗീകരിക്കാൻ കരുണയുണ്ടാകണമെന്ന് ഞാൻ വെച്ചത്. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാറ്. അങ്ങനെ ഞങ്ങളെ മാതാവ് ഒത്തിരി അനുഗ്രഹിച്ചു. മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ജാസ്മി എന്ന ഈ മകൾ തൻ്റെ കുടുംബത്തിന് ലഭിച്ച വലിയ മരിയൻ സംരക്ഷണത്തെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ ആദ്യം സൂചിപ്പിച്ചത് 12 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞുണ്ടായ വലിയ സന്തോഷത്തിൻ്റെ അത്ഭുതകരമായ അമ്മ മാതാവിൻ്റെ ഇടപെടലിൻ്റെ സാക്ഷ്യമാണ്. നമ്മൾക്ക് ശാരീരികമായ PCOD വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ രണ്ടാമതൊരു കുഞ്ഞേറെ ക്ലേശകരമെന്ന് അറിയാമായിരുന്നു. ചികിത്സകളൊന്നുമില്ലാതെ അമ്മ മാതാവിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് ദമ്പതികൾ സന്തോഷത്തോടെ പരിശുദ്ധമ്മയുടെ സംരക്ഷണയിൽ ജീവിതം സമർപ്പിക്കുമ്പോൾ കുഞ്ഞിനെ ലഭിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. മറ്റൊന്ന് സാക്ഷ്യപ്പെടുത്തിയത് 3 വയസ്സൊക്കെ ആകുമ്പോൾ കുഞ്ഞിന് സംസാരശേഷി വല്ലാതെ കുറഞ്ഞുപോയി, ഇല്ലാതായി. സംസാരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായി. എല്ലാവരുടെ ഇടയിലും കുഞ്ഞിങ്ങനെ സംസാരിക്കാതെ മാറി നിൽക്കുന്ന പ്രകൃതത്തിലായി. ഡോക്ടർമാരെ കാണിച്ചു, പല നഴ്സറികളിൽ മാറ്റിയിരുത്തി. എന്നിട്ടൊന്നും കുഞ്ഞിന് യാതൊരു മാറ്റവുമില്ലാതെ ക്ലേശിച്ച നാളുകളിൽ അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി വീണ്ടും ഉടമ്പടി പുതുക്കിക്കൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ കുഞ്ഞിന് കൊടുക്കുകയും കുഞ്ഞിൻ്റെ അധരത്തിൽ അവ വെച്ച് കുരിശടയാളം വരച്ച് അമ്മയുടെ സംരക്ഷണയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ കുഞ്ഞിന് സുന്ദരമായി സംസാരിക്കുവാനാവും വിധം സംസാരശേഷി ലഭിച്ചതിനെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത്. മറ്റൊന്ന്, ഒരു വസ്തു വാങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയൊരു പ്രയാസം, അത് അടിയാധാരം പോലും ഇല്ലാത്തത് കൊണ്ട് ലീഗലായി പ്രൊസസ് ചെയ്യുവാൻ പറ്റാതെ പ്രശ്നത്തിലൂടെ കടന്നുപോയപ്പോൾ അത്ഭുതകരമായി പരിശുദ്ധമ്മയുടെ ഉടമ്പടിയുടെ ബലത്താൽ അതിൻ്റെ ലീഗാലിറ്റി എൻറ്റിറ്റി തിരികെ ലഭിച്ചതിനെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത്. മകന് ബോർഡ് എക്സാമിൽ ലഭിച്ച ഉന്നത വിജയത്തെയും കുടുംബം സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഓരോ കാര്യം കുടുംബം ആവർത്തിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പറയുന്നത് എത്ര കണ്ട് അമ്മ മാതാവിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ പരിശ്രമിച്ചുവോ, അസാധ്യമെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അമ്മ മാതാവിനും തിരുക്കുമാരനും സാധ്യമെന്ന് സ്വയം ഉള്ളോട് പറഞ്ഞു പഠിപ്പിക്കുവാൻ ശ്രമിച്ചുവോ, അത് അമ്മ അനുഗ്രഹത്തിന് കാരണമാക്കി തന്നുവെന്നാണ്. 12 വർഷത്തിന് ശേഷം കുഞ്ഞിന് ലഭിക്കുന്നത് സംസാരശേഷിയില്ലെന്ന് മറ്റുള്ളവർ ഏതാണ്ടൊക്കെ വിധിയെഴുതുന്ന കുഞ്ഞിന് സുന്ദരമായി സംസാരിക്കുവാൻ സാധിക്കുന്നത്. ഇനി വസ്തു, ആ വാങ്ങിയിട്ട വസ്തു ഒരിക്കലും അത് സ്വന്തമായി ലീഗലായി ഉപയോഗിക്കുവാനാവില്ലെന്ന് എല്ലാവരും പറയുമ്പോൾ, ഇല്ല, എൻ്റെ അമ്മ മാതാവിലൂടെ അത് സാധിക്കുമെന്ന വിശ്വാസത്തോടെ പരിശ്രമിക്കുമ്പോൾ അത് ലീഗലൈസ് ചെയ്ത് കരങ്ങളിൽ ലഭിക്കുന്നത് എല്ലാം അസാധ്യമെന്ന് കരുതുന്നവ സാധ്യമാക്കി തരുന്ന പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണത്തെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും സംശയിക്കാതെ വിശ്വസിക്കുവാനും വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിക്കുന്നവ ലഭിക്കുമെന്ന ബോധ്യത്തോട് ജീവിക്കുവാനും നമ്മൾ എത്ര കണ്ട് വിശ്വസ്തരായി ജീവിക്കുന്നുവോ, എത്ര കണ്ട് വിശ്വസ്തരായി ഉടമ്പടിയിൽ ജീവിക്കുന്നുവോ, അത് നമുക്കെപ്പോഴും അമ്മ മാതാവിലൂടെയുള്ള സംരക്ഷണത്തിനും അനുഗ്രഹത്തിനും കാരണമാകും. അതിൻ്റെ അടയാളങ്ങളും വാക്കുകളുമാണ് ഈ മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക. കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക്